പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും സൈനികവുമായ കാലാവസ്ഥ വീണ്ടും പ്രക്ഷുബ്ധമാകുകയാണ്. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ എക്കാലത്തെയും വിശ്വസ്ത സഖ്യരാജ്യമായ ഒമാനെതിരെ കടുത്ത സൈനിക ഭീഷണി മുഴക്കിയതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം. അമേരിക്കയുടെ നയങ്ങൾക്ക് തടസ്സം നിന്നാൽ ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യാന്തര തലത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ധാരണാപത്രത്തിന്റെ കാലാവധി യാതൊരു പുരോഗതിയുമില്ലാതെ അവസാനിച്ച സാഹചര്യത്തിലാണ് ഈ പുതിയ ഭീഷണി. ഇതിനൊപ്പം തന്നെ ചെങ്കടലിൽ യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും മേഖലയെ കൂടുതൽ കലുഷിതമാക്കുന്നു. ഗൾഫ് മേഖലയിൽ എക്കാലത്തും തികച്ചും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ഒമാൻ. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന്റെ രോക്ഷത്തിന് കാരണമായത് ഒമാനും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്രമായ നയതന്ത്ര ചർച്ചകളാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഇറാനും ഒമാനും ചേർന്ന് പുതിയൊരു സുരക്ഷിത പാത രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെയും നാവികസേനയെയും വിലക്കുകളെയും മറികടക്കാൻ ഇറാന് ഈ പുതിയ പാത സഹായകരമാകും എന്ന് വൈറ്റ് ഹൗസ് ഭയക്കുന്നു. ഇറാന്റെ തുറമുഖങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി അവിടെ അമേരിക്കൻ മേൽനോട്ടത്തിൽ മാത്രം കപ്പലുകൾക്ക് പ്രവേശനം അനുവദിപ്പിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഇതിനായി ഒരു ഉരുക്കും മതിൽ തീർത്തിരിക്കുകയാണെന്നും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒമാന്റെ നീക്കം ഈ ഉപരോധത്തെ ദുർബലപ്പെടുത്തുമെന്നും ഇറാന് വലിയ തോതിൽ സാമ്പത്തിക ആശ്വാസം നൽകുമെന്നും അമേരിക്ക കരുതുന്നു. ഇതിനാലാണ് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഒമാനെതിരെ നേരിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഒമാൻ അറിയപ്പെടുന്നത്. 2015 ചരിത്രപ്രധാനമായ ആണവ കരാറിലേക്ക് നയിച്ച അമേരിക്ക ഇറാൻ രഹസ്യ ചർച്ചകൾക്ക് വേദിയൊരുക്കിയതും ഒമാനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതേ ഒമാനെതിരെ വെറും 4 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ട്രംപ് പരസ്യമായി ഭീഷണി മുഴക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച സൈനിക നടപടികളെ നിയമവിരുദ്ധവും അധാർമികവും എന്ന് ഒമാൻ പരസ്യമായി വിമർശിച്ചിരുന്നു. ഇത് അമേരിക്കയുമായുള്ള ഒമാന്റെ ഊഷ്മള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഫ് UAE-യിലെത്തി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ചകൾ നടത്തിയത്. തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ മുൻനിർത്തിയുള്ളതാണ് ഒമാന്റെ നീക്കങ്ങൾ. ഇറാനുമായി ചേർന്ന് ഒരു ധാരണയിലെത്തിയാൽ വാണിജ്യ കപ്പലുകൾക്ക് ഇറാനോട് ചേർന്നുള്ള ഭാഗത്തു കൂടി പ്രവേശിച്ച് ഒമാന്റെ സമുദ്രാതിർത്തിയിലൂടെ സുരക്ഷിതമായി പുറത്തു കടക്കാം. ഈ കാലയളവിൽ ടോൾ നിരക്കുകൾ ഈടാക്കില്ലെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തങ്ങളുടെ നിയന്ത്രണങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമായാണ് അമേരിക്ക ഇതിനെ നോക്കിക്കാണുന്നത്. ജൂണിൽ ഒപ്പുവെച്ച 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണാപത്രം യാതൊരു ഫലവുമില്ലാതെയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനോ നാവിക സംഘർഷങ്ങൾ കുറയ്ക്കാനോ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല. അനധികൃത പാതകൾ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് ഇറാൻ സൈന്യം ചില വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതും അമേരിക്കൻ നാവികസേന ശക്തമായി തിരിച്ചടിച്ചതും ഈ കരാറിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ഒരു ആണവായുധം പോലും കൈവശം വയ്ക്കാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ലെന്നുമാണ് ട്രംപിന്റെ ഉറച്ച നിലപാട്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ തന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കില്ലെന്നും സമാധാന കരാറിലെത്താൻ തനിക്ക് യാതൊരു ധൃതിയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ അത് ശക്തമായി നിഷേധിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് സമാന്തരമായി ചെങ്കടലിലും സായുധ സംഘർഷം രൂക്ഷമാവുകയാണ്. യമനിലെ മോഖ തുറമുഖത്തിന് സമീപം ബാബൂൽ മൻദിബ് കടലിടുക്കിൽ വെച്ച് സൗദി അറേബ്യൻ യുദ്ധക്കപ്പലിനും അതിനെ അനുഗമിച്ച മറ്റ് 4 ബോട്ടുകൾക്കും നേരെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം വളരെ കൃത്യതയുള്ളതായിരുന്നുവെന്നും സൗദി സഖ്യസേനയുടെ ലാൻഡിംഗ് കപ്പൽ കത്തി നശിച്ചുവെന്നും ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി അവകാശപ്പെട്ടു. സൗദി അറേബ്യ യമനിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തിന് പകരം ഉപരോധം എന്ന തന്ത്രമാണ് ഹൂതികൾ ഇപ്പോൾ പയറ്റുന്നത്. തങ്ങളുടെ സൈനിക വിന്യാസം സൗദി അറേബ്യ തുടരുകയാണെങ്കിൽ കരയിലും കടലിലും ഇനിയും സമാനമായ കനത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതത്തെ കൂടുതൽ അപകടകരമാക്കുന്നു. ഈ 2 അന്താരാഷ്ട്ര പ്രതിസന്ധികളും ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. ലോകത്തെ പെട്രോളിയം കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 20% കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടരുന്ന ഈ സംഘർഷങ്ങൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണവില വർധനവിനാണ് കാരണമായിരിക്കുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ഈ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരവധി സുരക്ഷാ ഭീഷണികളാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ഇന്ധനവില കുതിച്ചുയരുന്നത് ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിനും സപ്ലൈ ചെയിൻ തടസ്സങ്ങൾക്കും വഴിയൊരുക്കി.
അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ഇന്ധനവിലയും പണപ്പെരുപ്പവും മുഖ്യ വിഷയമായി മാറും. ഇത് ട്രംപ് ഭരണകൂടത്തിന് വലിയ ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനിടയിൽ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്തിലും ജെറുസലേമിലുമായി നടക്കുന്ന ചർച്ചകളും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയുടെ സങ്കീർണത വെളിവാക്കുന്നു. സൈനിക നടപടികൾക്ക് പകരം സമാധാന ചർച്ചകൾക്കായി ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ നിരന്തരം ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ ഇപ്പോഴും സ്ഫോടനാത്മകമായി തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.